പരസ്പരം ഒരു ഒത്തൊരുമ ഉണ്ടാക്കേണ്ടത് വിലാസിനിയാണ്. ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെ. എന്റെ ചങ്ങലകളിൽ പലരും ഒതുങ്ങുന്നില്ല ശിവരാമേട്ട. അത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുണ്ടാ. വിലാസിനിയോട് സംസാരിക്കുന്നതിൽ എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. കാരണം വിലാസിനി എന്റെ അനിയത്തിയാണ്, എന്റെ അനിയന്റെ ഭാര്യ. ശിവരാമേട്ടൻ എന്താ അർത്ഥമാക്കുന്നത്? വിലാസിനി ഉണ്ടാക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കണ്ണുകളില്ലാത്തവനല്ല ഞാൻ. പലതും ഞാൻ കാണുന്നു. ഞാൻ കാണുന്ന കാര്യങ്ങളിലെല്ലാം മുഖ്യ കഥാപാത്രം വിലാസിനിയാണ്. എന്റെ അനിയൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പലതും ഞാൻ ക്ഷമിക്കാൻ ശ്രമിക്കുന്നു. ശിവരാമേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വിലാസിനി, ദാസ് ഇവിടുത്തെ ഡ്രൈവർ മാത്രമല്ല, അയാൾ തൃച്ചംബരത്തെ ഒരു അംഗത്തെ പോലെയാണ്. ദാസിനെ കൊന്നത് കൊണ്ട് വിലാസിനിക്ക് എന്ത് നേട്ടം? കാര്യഗൗരവമുള്ള ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവൃത്തിയല്ലേ വിലാസിനി ചെയ്തത്? ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചില്ല. ശിവരാമേട്ടനോട് ആരാ പറഞ്ഞ ഈ കള്ളക്കഥ? ഇത് നുണയാ. ദാസേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് ആ കല്യാണി തന്നെയാ. ഒരു സംശയവും ഇല്ല. നേരും നുണയൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് വിലാസിനി. ശിവരാമേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യങ്ങൾ. വിലാസിനി സ്വയം വെള്ള പൂശാനൊന്നും ശ്രമിക്കണ്ട. എത്ര ശ്രമിച്ചാലും അത് വെളുക്കില്ല. ദാസ് ഒരുപക്ഷെ മരിച്ചു പോയിരുന്നെങ്കിൽ വിലാസിനെ അഴിയണ്ണുമായിരുന്നു. അതിനുള്ള സാധ്യത ഇനിയുണ്ട്. കൊലപാതകം ചെയ്യുന്നത് പോലെ കുറ്റകരമാണ് അതിന് മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നത്. എന്താണ് തെറ്റ്? ശിവരാമേട്ട വേണ്ട, നിഷേധിക്കണ്ട. നിഷേധിക്കുന്നതാണ് വിലാസിനിയുടെ ക്യാരക്ടർ എന്ന് എനിക്കറിയാം. ഇപ്പൊ നീ ദാസിനെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നാളെ നീ എന്നെയോ അഖിലയോ ഞങ്ങളുടെ 2 മക്കളെയോ കൊല്ലാൻ ശ്രമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? വല്ലാത്തൊരു അപകടത്തിലേക്കാണ് വിലാസിനെ നിന്റെ ഈ പോക്ക്. എന്തും ചെയ്തു കളയാമെന്ന തന്റെ അഹങ്കാരം ഇത് അവസാനിപ്പിക്കണം. തൃച്ചംബരത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യത്വം. ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ വിലാസിനിയുടെ സ്ഥാനം ഇതിനകത്തായിരിക്കില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ അനിയന് ശീലമുള്ളൂ. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം. കണ്ടു തീരും മുമ്പേ കൊതി തീരാതെ മുറിഞ്ഞു പോയ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു വല്യുഞ്ഞെ എന്റെ ജീവിതത്തില്. ഓ, അതിനെ ഒന്നും തിരിച്ചു വിളിച്ച് കാണാനൊന്നും നിൽക്കണ്ട കല്യാണി. എന്റെ കെട്ടിയോള് പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കും. സ്വപ്നം കാണുന്ന കണ്ണുകൾക്ക് അഴകും ആകർഷണവും കൂടുമെന്നാ പറയാറ്. അല്ലേലും ഈ കണ്ണുകളാണല്ലോ കല്യാണി എന്നെ നിന്നിലേക്ക് എത്തിച്ചത്. എനിക്കിപ്പോ പേടിയ വല്യുഞ്ഞെ. അഖിലമ്മയുടെ എത്തിയാൽ ഉടനെ കല്യാണോ? എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരു എത്തുമിടിയും കിട്ടുന്നില്ല. ഓർക്കുമ്പോ ഉള്ളില് ഭയവാ. അറിയാൻ കല്യാണി, എല്ലാം മാറും. ചിലപ്പോഴൊക്കെ മനസ്സ് പറയുന്നത് കല്യാണി അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിലാദ്യത്തെ ഇര മാഡം ആയിരുന്നേനെ. എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴ്ത്തിയ കൊന്നുകളയും നിങ്ങളെ. എടി കല്യാണി, ഈ വിലാസിനിക്ക് നേരെ കൈ ചൂണ്ടി എന്നെ കൊല്ലുമെന്ന് വരെ ഭീഷണി മുഴക്കാറായി നീ. അതിന് നിനക്കുള്ള ധൈര്യം തന്നത് ആനന്ദകൃഷ്ണനാണെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഒന്നോർത്തോ, വിലാസിനിക്ക് നേരെ ചൂണ്ടപ്പെട്ട വിരലുകൾക്ക് ആയുസ് കുറവായിരിക്കും. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ.
അതോടെ നിർത്തിക്കോണം. നീ ഇളിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ആനന്ദിന്റെ ഇളയമേ, നിങ്ങൾ എന്റെ ആരുമല്ല. അതുകൊണ്ട് തന്നെ ഭരിക്കലും മര്യാദ പഠിപ്പിക്കലും ഒക്കെ അവരോട് മതി. ഇനി മേലാൽ എന്നോട് അഭ്യാസം കാണിച്ച് വന്നേക്കരുത്. ഇവിടെ വന്നു പോകുന്നവരോട് ആളും തരവും നോക്കിയാൽ സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവര് പറയുന്നത് കേട്ട് താലകുനിച്ച് നിൽക്കേണ്ടി വരും. ആനന്ദിന്റെ ഇളയമയ്ക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. വേണ്ടായിരുന്നു. വെറുതെ ആകാശത്തുകൂടി പോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ചു വാങ്ങിയതുപോലെ ആയി. ഗ്രഹണ സമയത്ത് എല്ലാ നീർക്കോലികളും തലപൊക്കിയെന്ന് വരും. ഞാനത് മറന്നു. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ്. ഇനി കല്യാണിയുടെ കല്യാണ ആവശ്യത്തിന് വല്ലതും ആയിരിക്കോ? ഏയ്, അതിന് വഴിയില്ല. കാരണം എല്ലാ ചെലവുകളും അമ്മയാണ് വഹിക്കുന്നത്. അപ്പൊ പിന്നെ വീട്ടുകാർ വല്ല സ്ത്രീധനം ആവശ്യപ്പെട്ട് കാണൂ? ഏയ്, അതിനും സാധ്യത കാണുന്നില്ല. ഏതായാലും അന്വേഷിക്കണം. നീ ഏതായാലും ദാസേട്ടനൊന്ന് വിളിക്ക്. ഏയ്, കല്യാണി ഈ കാര്യം എന്നോട് പറഞ്ഞതായി ദാസേട്ടൻ അറിഞ്ഞാൽ അത് വലിയ വിഷയമാവും. ഓ, അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഇതിനിടയിൽ ആരോ കളിക്കുന്നുണ്ട്. ഏതായാലും നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ എന്തായി കല്യാണ കാര്യങ്ങളൊക്കെ? വാ പറയാം. ഇരിക്കും. ഇനി എന്ത് പറയാൻ? നിങ്ങൾ ഏത് നേരം ഇങ്ങനെ പ്രണയിച്ച് നടന്ന എനിക്കിഷ്ടപ്പെട്ടു. ആ ഇളയമയോട് അങ്ങനെ പറഞ്ഞേന്. അങ്ങനെ തന്നെ വേണം. കേട്ടോ സുബ്രു, കല്യാണി പഴയ ആളൊന്നുമല്ല, ആളാകെ മാറി. തന്റെ ഇടം വന്നു, സത്യം. ആ അംഗം കാണേണ്ടി വന്ന എനിക്ക് തന്നെ പേടിയായി. എന്തൊരു സീനായിരുന്നു അത്. ഫെമിനിസ്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ? ഏതിനും കല്യാണി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. വിലാസിനി ആന്റി വെറുതെ ഇരിക്കുന്നു കരുതണ്ട. എന്താണ് ഒരു ത്രിവേണി സംഗമം? അല്ല, ഒളിച്ചോടാനുള്ള വല്ല പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എനിക്കിവിടുന്ന് പെട്ടെന്ന് മുങ്ങാനാണേ. മുങ്ങലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അതെ സുബ്രു, ഞാൻ നേരത്തെ പറഞ്ഞവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അന്വേഷിക്കണം. ദാസേട്ടന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം അടിച്ചു മാറ്റിയ ആളെ കുറിച്ച്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ ഡീൽ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തോളൂ. ശരി, ഓക്കെ. ആർക്കാ? ഞാനറിയാതെ ഒരു രഹസ്യ കോഡ്. രഹസ്യോ? ഏയ്, ഇത് രഹസ്യ ഫോണൊന്നും അല്ല ആന്റി. ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചതാ. ഗംഗേ, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും പോലത്തെ തന്ത്രങ്ങൾ വിലാസിനിയോട് പയറ്റല്ലേ? നിന്നേക്കാൾ കുറെ കൂടി ഓണം ഉണ്ടവളാ ഞാൻ. ഏയ് ആന്റി തെറ്റിദ്ധരിക്കുന്നതാ. ഞാൻ വിലാസിനി ആന്റി അറിയാതെ ഒരു കാര്യവും ചെയ്യാറില്ല. അപ്പൊ ഗംഗ ഫ്രണ്ടിനാണ് ഫോൺ ചെയ്തതല്ലേ? അതെ, ഫ്രണ്ടിനെ വിളിച്ചതാ. അല്ല, ഫ്രണ്ടിനെ ഏതോ ഒരു ഡീൽ ഏൽപ്പിച്ചല്ലോ. ഏതാ അടുത്തയായി നിലനിർത്തുന്നത് ഞാനാ, പ്രയോഗിക്കുന്നത് എന്റെ ബുദ്ധിയാ. അതെനിക്കറിയാലോ. നിനക്കൊന്നും അറിയില്ല, എന്നെയും അറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്നെ കബളിപ്പിച്ച് സ്വന്തമായി എന്തെങ്കിലും ചെയ്താ ചെന്ന് പെടുന്നത് പടുകുഴിയിലായിരിക്കും. അത് ഓർമ്മിച്ചാ നിനക്ക് കൊള്ളാം. വിലാസിനി എങ്ങനെ ചാടിയാലും സ്വന്തം കാലിൽ വന്ന് നിലത്ത് നിൽക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.
മെസ്സേജ് ആണല്ലോ. പുറത്തേക്കൊന്ന് ഇറങ്ങി വാ കിട്ടിയോളെ. ഇതിൽ നിന്റെ ശ്വാസം നിറച്ചതാ. കണ്ണിൽ കാണും നിറം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. ഇനി രണ്ടുപേർക്കും സ്വസ്ഥമായിട്ടുണ്ട്. കണ്ട കനവ അപ്പോ ശുഭരാത്രി. പിരിയാത്തൊരെന്നാത്മസഖി നീ അറിയാ നീ നിറയാത്തൊരാശ തന്ന പ്രാണനായികേ. കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാ പ്രണയാർദ്രമായി നീ.